ഗവൺമെന്റ് സെക്ടറിൽ ജോബിന് കയറാനായിട്ട് സാധ്യമാണോ? അല്ലെങ്കിൽ ഇന്ത്യയിൽ വെറ്റിനറി കൗൺസിലിന്റെ അപ്രൂവലുള്ള കോളേജസ് അവൈലബിൾ ആണ്? രജിസ്ട്രേഷൻ ചെയ്തവർക്ക് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇത്രയും ഡൗട്ട്സ് ആണ് മെയിൻ ആയിട്ട് അവർ ചോദിക്കുന്നത്. ഇന്നിപ്പോ MBBS പോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ MBBS-നേക്കാളും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള അല്ലെങ്കിൽ സാധ്യതകളുള്ള ഒരു കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീട്ടിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നിപ്പോ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ഒന്ന് +2 സയൻസ് കഴിഞ്ഞ സ്റ്റുഡൻസ് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും പ്രിഫർ ചെയ്യുന്ന ഒരു കോഴ്സ് തന്നെയാണ് MBBS എന്ന് പറയുന്നത്. ഇന്നിപ്പോ സ്റ്റുഡൻസ് MBBS എടുക്കുന്നത് പോലെ തന്നെ എടുക്കുന്ന ഒരു കോഴ്സാണ് വെറ്റിനറി എന്ന് പറയുന്നത്, അതായത് ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു കോഴ്സിനെ കുറിച്ചാണ്. നമുക്കിപ്പോ MBBS പോലെ തന്നെ 5.5 ഇയേഴ്സ് കോഴ്സ് ഡ്യൂറേഷൻ വരുന്ന ഒരു മെഡിക്കൽ പ്രോഗ്രാം ആണ് വെറ്റിനറി കോഴ്സ് എന്ന് പറയുന്നത്. നമുക്കിപ്പോ അഡ്മിഷൻസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് സെക്ടറിൽ മാത്രമാണ് നമുക്ക് കോളേജസ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിപ്പോ കേരളത്തിന്റെ അഡ്മിഷൻസിന്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ MBBS പോലെ തന്നെ നമുക്കിപ്പോ നീറ്റിന് ഹൈ സ്കോർ ഉള്ള ഒരു സ്റ്റുഡൻസിന് മാത്രമായിരിക്കും കേരളത്തില് വെറ്റിനറിക്ക് അഡ്മിഷൻസ് പോസിബിൾ ആവുന്നത്. നമുക്കിപ്പോ നമ്മുടെ നീറ്റിന്റെ സ്കോറിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് കേരളത്തില് അഡ്മിഷൻസ് നടക്കുന്നത്. ഇന്നിപ്പോ നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്ന ഒരു കോഴ്സ് തന്നെയാണ് വെറ്റിനറി എന്ന് പറയുന്നത്. ഇന്നിപ്പോ വെറ്റിനറി കോഴ്സിനെ കുറിച്ച് എൻക്വയറി ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും പാരന്റ്സിനാണെന്നുണ്ടെങ്കിലും മെയിൻ ആയിട്ട് വരുന്ന ഒരു ഡൗട്ടാണ്, അതായത് ഇപ്പോ ഇന്ത്യയിൽ വെറ്റിനറി കൗൺസിലിന്റെ അപ്രൂവലുള്ള കോളേജസ് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഈ ഒരു കോഴ്സിന് ശേഷം കേരളത്തിൽ വന്ന് PSC എഴുതി ഗവൺമെന്റ് സെക്ടറിൽ ജോബിന് കയറാനായിട്ട് സാധ്യമാണോ, അല്ലെങ്കിൽ പിന്നെ ഇപ്പോ അതിനുശേഷം കോഴ്സിന് ശേഷം രജിസ്ട്രേഷൻ ചെയ്തവർക്ക് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇത്രയും ഡൗട്ട്സ് ആണ് മെയിൻ ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ മെയിൻ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ ഈ 3 സ്ഥലങ്ങളിലാണ് നമുക്ക് മെയിൻ ആയിട്ട് വെറ്റിനറി പ്രൈവറ്റ് കോളേജസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് ഇതിലാണ് നോക്കുകയാണെന്നുണ്ടെങ്കിലും BCA അപ്രൂവൽ ആയിട്ടുള്ള ഒരു കോളേജസ് നോക്കുന്ന സമയത്ത് ചുരുക്കം കോളേജസ് മാത്രമാണ് നമുക്ക് കറന്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിലാണെന്നുണ്ടെങ്കിലും ഓരോ കോളേജസിലും നമുക്കിപ്പോ അതർ സ്റ്റേറ്റ് സ്റ്റുഡൻസിന് വേണ്ടി സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളതും ചുരുക്കം കോളേജസിൽ മാത്രമാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ളതും സീറ്റ്സ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളതായ ഒരു കോഴ്സ് തന്നെയാണ് വെറ്റിനറി എന്ന് പറയുന്നത്. നമുക്കിപ്പോ മെയിൻ ആയിട്ട് നോക്കുന്ന സമയത്ത് നോർത്ത് ഇന്ത്യയിലാണ് നമുക്ക് കോളേജസ് അവൈലബിൾ ആയിട്ടുള്ളത്, പ്രൈവറ്റ് കോളേജസ്. ഇതിലിപ്പോ നമുക്ക് നോക്കുന്ന സമയത്ത് ചില കോളേജസിൽ നമ്മുടെ നീറ്റിന്റെ സ്കോറിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അഡ്മിഷൻസ് വരുന്നത് എന്നുണ്ടെങ്കിലും നമുക്ക് ചില കോളേജസിൽ നീറ്റ് ജസ്റ്റ് അപ്പിയർ ചെയ്താൽ മാത്രം മതി, പ്ലസ് നമ്മുടെ +2ന്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ടും കൂടി നമുക്ക് അഡ്മിഷൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് കോളേജസ് നോക്കുന്ന സമയത്ത് നമുക്ക് റീച്ചബിലിറ്റി നോക്കുന്ന സമയത്ത് ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഒരു 1 അവർ അല്ലെങ്കിൽ 1.5 അവേഴ്സ് കൊണ്ടൊക്കെ എത്തിച്ചേരാൻ പറ്റുന്ന രീതിക്കുള്ള കോളേജസും അവൈലബിൾ ആണ്. നമുക്കിപ്പോ കോളേജസ് നോക്കുന്ന സമയത്ത് 10 വർഷത്തിലേറെ പഴക്കമുള്ള കോളേജസും അവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ഒരു ഗവൺമെന്റ് കോളേജിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇതിൽ പഠിക്കുന്ന ഒരു അത്രയും ഫെസിലിറ്റിയോട് കൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് പഠിക്കാനും BCA അപ്രൂവൽ ആയിട്ടുള്ള എല്ലാ അപ്രൂവൽസ് ഉള്ള കോളേജസിൽ പഠിക്കാനായിട്ടുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ക്ലിനിക്കൽ വെറ്റിനറിയൻ, വെറ്റിനറിയൻ സർജൻ, അനിമൽ വെൽഫെയർ ഓഫീസർ, വെറ്റിനറിയൻ റിസർച്ച് സയന്റിസ്റ്റ്, ഇതുപോലെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ശേഷം വരുന്നത്. അപ്പൊ നമുക്ക് കേരളത്തിൽ ഗവൺമെന്റ് സെക്ടറിൽ മാത്രമാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കേരളത്തിൽ അഡ്മിഷൻസ് കിട്ടാത്ത സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ നോർത്ത് സൈഡിലെല്ലാം പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് BCA അപ്രൂവൽസ് ഉള്ള കോളേജസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.